സുമേഷ് സർ, വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സുഗമവും സുതാര്യവുമാക്കുന്നതിന് പ്രത്യേകമായ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കരുതൽ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിയമപരമായ നടപടികൾ. എന്നാൽ പൊതുസമൂഹം, ഉത്തരവാദപ്പെട്ട സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് സഹായകരമായ, ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക, ദുരിതാശ്വാസ നിധിയെപ്പോലുള്ളതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക സമീപനമാണ് സ്വീകരിച്ചു പോകേണ്ടത്. ശ്രീ എം എം മണി. സാർ, മുൻ UDF സർക്കാരിൻ്റെ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് ലഭിച്ച അപേക്ഷകളിൽ ധനസഹായം അനുവദിക്കുന്നതിന് ഉത്തരവായതിനു ശേഷം അനുവദിക്കാത്ത അപേക്ഷകൾ ഉണ്ടായിരുന്നോ? അതിൽ പിന്നീട് ധനസഹായം അനുവദിച്ചിട്ടുണ്ടോ? വിശദാംശം നൽകാമോ? ചില പരാതികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. മൈക്ക് തരണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് ഇരുത്തിക്കണം. നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് ഇരുത്തിച്ചാൽ മൈക്ക് തരും. യെസ്, അല്ല, ഭീഷണിയൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫെയർ ആണ്. ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല പറഞ്ഞാൽ പ്യൂർലി അൺഫെയർ ആണ്. ഇറ്റ്സ് പ്യൂർലി അൺഫെയർ. ഞാൻ വളരെ ക്ലിയറായി ചെയർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത്. അത് പറഞ്ഞു ഫ്ലോറിൽ. ടെൽ ദം ടു ഗോ ആൻഡ് ടേക്ക് ദി സീറ്റ്. അവിടെ പോയിരിക്കാൻ പറ. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. ശ്രീ വി ജോയ്. Please, Joy, please. Shri P. Joy, please. Sir. ഇത് കഴിഞ്ഞിട്ട് തരാം. Sir. സുതാര്യവും സുഗമവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം, കടൽക്ഷോഭം മൂലം എന്നോട് വർത്തമാനം പറയരുത്. ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. കടൽക്ഷോഭം മൂലം ജീവനോപാധികൾ നഷ്ടപ്പെടുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത്? മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമെ ഈ തുക അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടോ? ബഹുമാനപ്പെട്ട സി എം. സർ, മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാന നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് തുകയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്.